വാടകയ്ക്ക് താമസിച്ച അമ്മയും മകനും വീടൊഴിഞ്ഞ് പാലക്കാട്ട് പോവുകയാണ്. വീട് പൂട്ടി താക്കോല് കൊണ്ടുചെന്ന് ഹൗസ് ഓണർ രാമേന്ദ്രൻ്റെ കയ്യിൽ കൊടുത്തു. വാടകക്കാർ ഒഴിഞ്ഞുപോയി 1-2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ വീട്ടുടമസ്ഥൻ ആ വീടൊക്കെ ഒന്ന് തുറന്നു നോക്കാനായിട്ട് പോവുകയാണ്. അവിടെ ചെന്നപ്പോൾ കാണുന്നത് വീടിൻ്റെ മച്ചിൽ ഇവരെന്തോ ഒന്ന് മറന്നു വെച്ചതുപോലെ ഇരിപ്പുണ്ട്. എന്തായാലും അവർ മറന്നതല്ലേ, ഒന്ന് കയറി നോക്കാം എന്ന് കരുതി അയാൾ വലിഞ്ഞ് മച്ചിൻ്റെ മുകളിലേക്ക് കയറി. അപ്പോൾ ആ മറന്നു വെച്ചിട്ട് പോയ സാധനം കണ്ട് അയാൾക്ക് തല ചുറ്റുന്നത് പോലെ തോന്നി. എന്തായിരിക്കും ആ അമ്മയും മകനും അവിടെ വച്ചിട്ട് പോയത്? ആ കഥയിലോട്ട് നമുക്കൊന്ന് പോകാം. എൻ്റെ പേര് ഷീജ. ക്രൈം ത്രില്ലർ സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ. വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ്. ദാ ഈ ഇരിക്കുന്നതാണ് ചന്ദ്രമതിയും ദിവാകരനും. ഇവർക്ക് മക്കളില്ല, ചെയ്യാൻ ചികിത്സയൊന്നും ബാക്കിയില്ല, നേരാൻ നേർച്ചകളുമില്ല. എന്നിട്ടും ഒരു കുഞ്ഞിനെ ദൈവം ഇവർക്ക് കൊടുത്തില്ല. അങ്ങനെ അതിൽ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഇവരുടെ സങ്കടം കണ്ട് ഒരു സ്ത്രീ ഇവർക്കൊരു കുഞ്ഞിനെ ദാനമായി കൊടുക്കുന്നത്. 3 വയസ്സുള്ള ഒരു പെൺകുഞ്ഞ്. ചന്ദ്രമതിക്കും ദിവാകരനും ഇതിൽ പരം സന്തോഷം വേറെയില്ല. ഏതോ ഒരു വലിയ നിധി കിട്ടിയ പോലെയാണ് ഇവർക്ക് ആ കുഞ്ഞ്. അതിനെ ഇവർ ഒരു അല്ലലും കഷ്ടമൊന്നും ഇല്ലാതെ ലാളിച്ച് വളർത്തുകയാണ്. ഇപ്പോൾ ആ കുഞ്ഞിന് 14 വയസ്സായി. അവളുടെ പേര് ഗീതു. ഒരു ദിവസം ഗീതുവിന് ഒരു പനി പിടിക്കുകയാണ്. അതോടെ കുട്ടി ബോധം കെട്ട് വീണു. ഗീതുവിനെ എടുത്തുകൊണ്ട് അച്ഛനമ്മമാർ ആശുപത്രിയിലേക്ക് ഓടി. പക്ഷെ നിർഭാഗ്യവശാൽ ഗീതുവിൻ്റെ ജീവൻ ആർക്കും രക്ഷിക്കാനായില്ല. ആശുപത്രിയിൽ വച്ച് ഗീതു മരിച്ചു. മൃതദേഹം ഡോക്ടർമാർ പരിശോധിച്ചപ്പോഴാണ് അവരത് കാണുന്നത്. ഗീതുവിൻ്റെ തലയുടെ പിൻഭാഗത്ത് 2 വലിയ മുറിവുകൾ. ഈ മുറിവ് കാരണമാണ് ഈ കുട്ടിക്ക് പെട്ടെന്ന് പനി ഉണ്ടായതും ബോധക്ഷയം ഉണ്ടായതുമെല്ലാം. ഇത് കാരണമാണ് കുഞ്ഞ് മരിച്ചതും. പോലീസ് ഈ മരണത്തിൽ ആദ്യം ഉന്നം വയ്ക്കുന്നത് ഈ അച്ഛനമ്മമാരെയാണ്. കാരണം ഇവർ വളർത്തച്ഛനും വളർത്തമ്മയുമാണ്. അപ്പോൾ ഈ കുട്ടിക്ക് അപകടം ഉണ്ടായതും ഈ വീടിനകത്ത് വച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ അച്ഛനമ്മമാരെ തലങ്ങും വിലങ്ങും ചോദ്യം ചെയ്യുകയാണ് പോലീസ്. ചന്ദ്രമതിയും ദിവാകരനും കരഞ്ഞു പറഞ്ഞു, സാറേ, ഞങ്ങൾക്ക് ഒന്നും അറിയില്ല, ഈ മുറിവ് പോലും ഞങ്ങൾക്കറിയില്ല. ബോധം കെട്ട് കിടക്കുന്നത് കണ്ട് ഞങ്ങൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതേ ഉള്ളൂ, ഞങ്ങൾക്ക് ബാക്കി ഒന്നും അറിയില്ല. പോലീസ് വിടുമോ? ഇവരെ 2 പേരെയും വിരട്ടി നിരന്തരം ചോദ്യം ചെയ്തുകൊണ്ടിരുന്നു. ഒടുവിൽ ഈ ദമ്പതികൾ കുറ്റമേൽക്കുകയാണ്. അതായത് അമ്മ കുറ്റമേൽക്കുകയാണ്. അവർ കുറ്റമേറ്റത് ഇങ്ങനെയാണ്. കൊച്ചൊരു വക പറഞ്ഞാൽ കേൾക്കില്ല. അവളെ ഒരു ദിവസം അനുസരിപ്പിക്കാനായിട്ട് മുറ്റത്ത് കിടന്ന മടൽ കൊണ്ട് അന്നേരത്തെ ദേഷ്യത്തിൽ ഞാൻ തലയിലൊന്ന് അടിച്ചു. അത് പൊട്ടലുണ്ടാക്കുമെന്നൊന്നും അറിയില്ലായിരുന്നു. സ്വയമേ അമ്മ അങ്ങനെ കുറ്റമേൽക്കുകയാണ്. അല്ലാതെ അവർക്ക് നിവൃത്തിയില്ല. പോലീസിൻ്റെ ഈ നിരന്തരമായ ചോദ്യം ചെയ്യലാണ്. പിന്നെ പറയണ്ടല്ലോ, നാട്ടുകാർ ഇവരെ അങ്ങ് ഒറ്റപ്പെടുത്തുകയാണ്. പുറത്തിറങ്ങിയാൽ പരിഹാസം, കൂകിവിളി, തെറിവിളി, ഇതിൻ്റെ ഇടയ്ക്ക് കേസും. എല്ലാം കൂടെ വർഷങ്ങൾ അങ്ങനെ പോയി. സ്വന്തം മകളെ തലക്കടിച്ചു കൊന്ന കുറ്റവും പേറി ആ മാതാപിതാക്കൾ ജീവിക്കുമ്പോഴാണ് വിഴിഞ്ഞത്തൊരു വീട്ടിൽ നാടിന് നടുക്കിയ ഒരു സംഭവം നടക്കുന്നത്. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ ആ സംഭവം. വാടകക്കാരെ വീടൊഴിഞ്ഞു പോയ ശേഷം വീട്ടുടമസ്ഥൻ വീട് തുറന്നപ്പോഴാണ് മച്ചിന് മുകളിൽ നടക്കുന്ന കാഴ്ച അയാൾ കാണുന്നത്. ഒരു സ്ത്രീയെ കൊന്ന് മച്ചിൽ കയറ്റി വച്ചിരിക്കുന്നു. രക്തം മച്ചിൽ നിന്നും ഇങ്ങനെ താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. പോലീസ് സംഭവം പറഞ്ഞ് എത്തി. വീട്ടുടമസ്ഥനായ രാമചന്ദ്രനെ കൊണ്ട് തന്നെ പോലീസ് ഈ വീട് മാറിപ്പോയവരെ വിളിപ്പിക്കുകയാണ്. അവർ യാത്രയിലാണ്. ഇനി ഈ വീട്ടിൽ താമസിച്ച അമ്മയും മകനെയും പറ്റി പറയാം. റഫീഖയും റഫീഖയുടെ മകനായ ഷെഫീഖും റഫീഖയുടെ കാമുകൻ അല്ലമീനുമാണ് വിഴിഞ്ഞത്തെ മുല്ലൂരിൽ വാടകയ്ക്ക് താമസിച്ചത്. ഇത് റഫീഖ, ഇത് ഷെഫീഖ്, ഇത് റഫീഖയുടെ കാമുകൻ അല്ലമീൻ. റഫീഖയ്ക്ക് 56 വയസ്സുണ്ട്. കാമുകൻ അല്ലമീന് 26 വയസ്സേ ഉള്ളൂ. ഇവരുടെ മകൻ ഷെഫീഖിന് വെറും 23 വയസ്സ് മാത്രം. ഈ അമ്മയ്ക്ക് എല്ലാത്തിനും കൂട്ടു നിൽക്കുന്നത് മകനായ ഷെഫീഖാണ്. ഒരു കുത്തഴിഞ്ഞ കുടുംബം. അല്ലമീൻ പാലക്കാട്ടുകാരനാണ്. റഫീഖയും ഷെഫീഖും തിരുവനന്തപുരത്താണ്. ചില ചുറ്റിക്കളിയിലെ കൂടെയൊക്കെ അല്ലമീനെയും ഇവർക്കൊപ്പം താമസിപ്പിക്കുകയാണ്. ഇപ്പോൾ ഇവർ 3 പേരുമാണ് ഈ വാടക വീട്ടിൽ താമസം. ഇവർ താമസിക്കുന്ന വാടക വീടിനടുത്താണ്
24 വയസ്സുള്ള ശാന്തകുമാരി അമ്മയും താമസിക്കുന്നത്. ഇവർ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ഭർത്താവ് നേരത്തെ മരിച്ചു. മകനാണെങ്കിൽ കുറച്ച് അകലെയാണ് താമസിക്കുന്നത്. എന്നാലും എന്നും അമ്മയ്ക്ക് കഴിക്കാനുള്ള ആഹാരമൊക്കെ കൊണ്ടുവരുന്നത് മകനാണ്. വീടിന് പുറകിലുള്ള ഒരു പുളിമരത്തിൽ നിന്നും എന്നും പുളി പറക്കാനായിട്ട് ശാന്തകുമാരി അമ്മ ഇറങ്ങും. ഈ റഫീഖ ബീവി നോക്കുമ്പോൾ ശാന്തകുമാരി അമ്മയുടെ കഴുത്തിലും കാതിലും കയ്യിലും ഒക്കെ സ്വർണം കിടപ്പുണ്ട്. റഫീഖ വളരെ തന്ത്രപൂർവ്വം ഈ ശാന്തകുമാരി അമ്മയുമായിട്ട് ലോഹ്യത്തിലാവുകയാണ്. റഫീഖയുടെ കണ്ണ് മുഴുവൻ ശാന്തകുമാരി അമ്മയുടെ സ്വർണത്തിലാണ്. ഈ റഫീഖയ്ക്ക് ഒരു പ്രത്യേക കഴിവ് തന്നെയുണ്ട്. ആൾക്കാരെ പെട്ടെന്ന് വശത്താക്കാൻ പറ്റും. ശാന്തകുമാരി അമ്മയുടെ വീട്ടിൽ സ്ഥിരമായിട്ട് വരും. അവർ കൊടുക്കുന്ന ഭക്ഷണമൊക്കെ കഴിക്കും. അവിടെ കുറേ നേരം ഇരുന്ന് വർത്തമാനം പറഞ്ഞിട്ടൊക്കെയാണ് ഈ റഫീഖ പോകുന്നത്. ശാന്തകുമാരി അമ്മയ്ക്കാണെങ്കിൽ ഒറ്റയ്ക്കാണ് എന്നൊരു തോന്നൽ പോലും ഉണ്ടാവാത്തത് ഈ റഫീഖയുടെ സാന്നിധ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. ഒരു കെണിയാണെന്ന് പാവ അമ്മ അറിയുന്നില്ല. റഫീഖ അങ്ങനെ വീട് മാറാൻ തീരുമാനിക്കുകയാണ്. പാലക്കാട്ടോട്ട് പോകണമെന്നാണ് റഫീഖ ശാന്തകുമാരി അമ്മയോട് പറഞ്ഞിരുന്നത്. വീട് മാറാൻ പോകുന്നത് കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന കുറേ ഫർണിച്ചറുകളൊക്കെ റഫീഖ ശാന്തകുമാരി അമ്മയ്ക്ക് കൊടുക്കുകയാണ്. വീട് മാറുന്നതിൻ്റെ അന്ന് രാവിലെ റഫീഖ കുറച്ചുകൂടി സാധനമുണ്ട്, ഒന്ന് വീട് വരെ വരണമെന്ന് ഈ ശാന്തകുമാരി അമ്മയോട് പറഞ്ഞിട്ട് പോവുകയാണ്. ഇത് പ്രകാരം ശാന്തകുമാരി അമ്മ രാവിലെ 8 മണിയോടെ റഫീഖയെ വിളിച്ചുകൊണ്ട് വീടിനകത്തേക്ക് കയറുകയാണ്. അപ്പോൾ ഈ സ്ത്രീ വാതിലിനടുത്ത് പതുങ്ങി നിന്ന് ചുറ്റിക കൊണ്ട് ഒരൊറ്റ അടിയാണ് ആ അമ്മയുടെ തലയിൽ. ശേഷം ഷെഫീഖും തലയ്ക്കടിച്ചു. ചോരവാർന്ന് മരിച്ചു കിടക്കുന്ന അവരുടെ ശരീരത്തിലെ സ്വർണം മുഴുവൻ ഊരിയെടുത്തിട്ട് മച്ചിൻ്റെ മുകളിൽ ഇവരുടെ ശരീരം കുത്തി കയറ്റി വയ്ക്കുകയാണ്. ഇവരെ വിദഗ്ധമായിട്ട് തന്നെ പോലീസ് പിടിക്കുകയും ചെയ്തു. ശാന്തകുമാരി അമ്മയുടെ കേസുമായിട്ട് പോലീസ് അങ്ങനെ മുന്നോട്ട് പോകവെയാണ് ഇവിടെ ഒരു ട്വിസ്റ്റ് സംഭവിക്കുന്നത്. ഇവർ താമസിച്ചിരുന്ന ആ വാടക വീടിൻ്റെ ഹൗസ് ഓണർ രാമചന്ദ്രൻ്റെ മകൻ പോലീസിനോടൊരു കാര്യം പറയുകയാണ്. അതായത് ഒരു ദിവസം ഈ ഷെഫീഖും അല്ലമീനും കൂടി മദ്യപിച്ച് വീട്ടിൽ കിടന്ന് വഴക്ക് കൂടുകയാണ്. അപ്പോൾ അല്ലമീന് ഷെഫീഖിൻ്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചിട്ട് പറയുകയാണ്, എടാ നീ മറ്റേ വീട്ടിൽ ആ കൊച്ചു പെണ്ണിൻ്റെ അടുത്ത് കാണിച്ച പണിയല്ല ഞാൻ പുറത്ത് പറഞ്ഞാലുണ്ടല്ലോ നീ അതോടെ തീരും. ഇത് ശാന്തകുമാരി അമ്മയുടെ കൊലപാതകം നടന്നപ്പോൾ ഈ പയ്യന് ഓർമ്മ വരികയാണ്. ഇവന്മാർ അന്ന് പറഞ്ഞതുപോലെ എവിടെയെങ്കിലും എന്തെങ്കിലും ഇതുപോലെ വല്ലതും ചെയ്തിട്ടുണ്ടോ എന്ന്. അതാണ് ഈ പയ്യൻ പോലീസിനോട് ഇത് പറഞ്ഞത്. പോലീസ് ഇത് കയറി അങ്ങ് പിടിക്കുകയാണ്. പോലീസ് ഉടൻ തന്നെ നേരത്തെ ഇവർ താമസിച്ചിരുന്ന വീട്ടിലെത്തി മൊത്തത്തിൽ അന്വേഷിക്കുകയാണ്. അപ്പോഴാണ് ചന്ദ്രമതിയുടെയും ദിവാകരൻ്റെയും മകൾ ഗീതു മരിച്ച കേസ് അറിയുന്നത്. ഒടുവിൽ അതിലിവർക്ക് 3 പേർക്കും എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നു. പങ്കുണ്ടെന്ന് പോലീസ് കണ്ടുപിടിക്കുകയാണ്. ആ സംഭവം ഇങ്ങനെയാണ്. ഈ ചന്ദ്രമതിയുടെയും ദിവാകരൻ്റെയും വീടിനടുത്താണ് റഫീഖയും മകനും കാമുകനും നേരത്തെ താമസിച്ചിരുന്നത്. ആ കുടുംബവുമായിട്ടും നല്ല ബന്ധത്തിലായിരുന്നു റഫീഖ. പിന്നീട് ഷെഫീഖ് പലതവണ ഈ ബന്ധം മുതലെടുത്ത് ആ കൊച്ചു കുട്ടിയെ പീഡിപ്പിക്കുകയാണ്. ഒടുവിൽ ഈ കൊച്ച് സഹിക്കാൻ വയ്യാതെ ഇത് വീട്ടിൽ പറയും എന്ന് പറയുന്നു. ഇത് പ്രശ്നമാകുമെന്ന് ഉറപ്പായതോടെ വീട്ടിൽ അച്ഛനമ്മമാർ ഇല്ലാതിരുന്ന സമയം നോക്കി റഫീഖ ഈ ചുറ്റികയും കൊണ്ട് ഗീതുവിൻ്റെ വീട്ടിൽ പോവുകയാണ്. ആ കുട്ടിയുടെ തലയും ചുറ്റിക കൊണ്ട് അടിച്ചു. കുട്ടി ബോധം കെട്ട് വീണതും മരിച്ചുവെന്ന് കരുതി ഇവരവിടെ നിന്നും മുങ്ങി. പക്ഷേ ഗീതു മരിച്ചില്ല. ബോധം കെട്ട് കിടക്കുന്ന കുട്ടിയെ താങ്ങിയെടുത്ത് അച്ഛനും അമ്മയും ആശുപത്രിയിൽ പോകുന്നു. പനിയാണെന്നും പറഞ്ഞ് ഗീതു അവിടെ വച്ച് മരിക്കുകയും ചെയ്യുന്നു. ഒടുവിൽ ഈ അച്ഛനമ്മമാരെയാണ് പോലീസ് സംശയിച്ചത്. അപ്പോഴും റഫീഖയെ ആരും ശ്രദ്ധിച്ചില്ല. ശാന്തകുമാരി അമ്മയുടെ കൊലപാതകം ഈ കേസിലൊരു വഴിത്തിരിവാവുകയാണ്. ഇല്ലെങ്കിൽ മകളെ കൊന്ന കുറ്റവും പേറി ആ പാവ അച്ഛനും അമ്മയും ജീവിതം ഇങ്ങനെ തള്ളി നീക്കിയേനെ. ഈ സംഭവത്തിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റ് ചെയ്യൂ. പുതിയൊരു ക്രൈം ത്രില്ലർ സ്റ്റോറിയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.